ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി പണിയൊക്കെ കഴിഞ്ഞ് വരുന്ന നേരം നമ്മുടെ രേവതി അങ്ങ് ചെന്നിട്ട്, എന്താ നേരം വൈകിയ സച്ചിയേട്ടൻ, ഞാൻ വിളിക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു എന്ന് പറയും. ഞാനൊരു ട്രിപ്പിന് പോയതായിരുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മുടെ രേവതി സച്ചിയുടെ കയ്യിലേക്ക് നോക്കുന്നത് കേട്ടോ, ഒരു കവറ്. ഇതിലെന്താ സച്ചിയേട്ടാന്ന് ചോദിക്കുമ്പോൾ, അതെ പറയത്തില്ല, സർപ്രൈസാ, ഇതൊക്കെ വർഷയ്ക്കുള്ളതാണ്. നീ ചെന്നിട്ടേ വർഷയുടെ 2 കണ്ണും പൊത്തി പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഇത് ഞാൻ അവൾക്ക് കൊടുക്കാമെന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി പറയും, അവളിവിടെ ഇല്ലാന്ന്. അവളെവിടെ പോയി? അവൾ അവളുടെ വീട്ടിലേക്ക് പോയതാ. അവൾ ശ്രീകാന്തുമായിട്ട് പിണങ്ങി വീണ്ടും പോയോ എന്ന് ചോദിക്കാട്ടോ നമ്മുടെ സച്ചി. ശ്രീകാന്തും അവൾക്കൊപ്പാ. വർഷയുടെ അച്ഛനും അമ്മയും രാവിലെ ഇവിടെ വന്നായിരുന്നു, അവരുടെ കൂടെയാ പോയത്. ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ ഇങ്ങ് എത്തിക്കോളൂ എന്ന് പറയാം കേട്ടോ രേവതി. അവളെ അവിടെ ചെന്നാൽ കുഞ്ഞിനെ ഒഴിവാക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്നാണ് എൻ്റെ പേടി, അതുകൊണ്ടാണ് ശ്രീകാന്തിനെയും കൂടി പറഞ്ഞു വിട്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചി പറയും, അതേതായാലും നന്നായി. അല്ല, സർപ്രൈസ് പൊളിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇതിനി അവൾ വന്നിട്ടേ അവൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി വാങ്ങിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ അതിൽ കുറേ ടോയ്സാണ് ഉണ്ടാവുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വർഷയാണെങ്കിൽ ബാൽക്കണിയിൽ പോയി ഇങ്ങനെ താഴോട്ട് നോക്കി നിൽക്കുക കേട്ടോ. അത് കാണുമ്പോൾ നമ്മുടെ ശ്രീകാന്തിന് ഒരു ഡൗട്ടാണ്, അവിടെ നിന്ന് വല്ലതും ചാടിയാലോ എന്ന്. എന്താ വർഷ നീ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പെട്ടെന്ന് രാത്രി ആയപ്പോൾ നമ്മുടെ വീട് ഓർമ്മ വന്നു. രേവതി ചേച്ചിയും സച്ചിയേട്ടനെയും അങ്കിളിനെയും ആൻറ്റിയെയും ഒക്കെ ഓർമ്മ വന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയും, നിനക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി തോന്നുന്നുണ്ടോന്ന്. പോകാൻ വേണ്ടി തോന്നുന്നൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടുന്ന് പോയാൽ എൻ്റെ അച്ഛനും അമ്മയും വിഷമിക്കില്ലേ എന്ന് ചോദിക്കട്ടെ വർഷ. കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നായിരുന്നില്ലേ, അവിടെ ചെന്നപ്പോൾ ശ്രീകാന്ത് എപ്പോഴും പറയായിരുന്നു വീട്ടിൽ പോകണമെന്ന്. പക്ഷെ അന്ന് ഞാൻ ശ്രീകാന്തിനെ വല്ലാണ്ട് വഴക്ക് പറഞ്ഞിരുന്നു. ഇപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തോന്നുവാ, വല്ലാത്തൊരു അട്രാക്ഷൻ ഉണ്ട് ശ്രീകാന്ത് ആ വീട്ടിലുള്ളവർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രീകാന്തിന് ഭയങ്കരമായിട്ട് സന്തോഷമാവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രവിയും മറ്റുള്ളവരും കൂടി ഭക്ഷണം കഴിക്കുകയാണ്. അന്നേരം രവിക്കാണെങ്കിൽ എന്തൊക്കെയോ പറയാനുള്ളത് പോലെ നമ്മുടെ രേവതിക്ക് തോന്നുക കേട്ടോ. രേവതി ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തോ പറയാനുള്ളത് പോലെ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ പറയും, ഇവിടെ അടുത്തേ ഒരു സ്കൂളിലേക്ക് ബസ് ഡ്രൈവറെ ആവശ്യമാണ്. എൻ്റെ ഫ്രണ്ട് അശോകൻ, അവനാണെങ്കിലേ നല്ല നടുവേദനയും മുട്ടുവേദനയും ഉണ്ട്. അവൻ എന്നോട് ചോദിച്ചു എനിക്ക് പോകാൻ വേണ്ടി പറ്റുമോയെന്ന്. അപ്പോൾ ചന്ദ്ര ചോദിക്കും, അപ്പോൾ രവിയേട്ടൻ എന്താ പറഞ്ഞതെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ചെല്ലാന്ന് എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി പറയും, എനിക്ക് അപ്പോഴേ തോന്നിയതാ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കുനിഷ്ടുണ്ടെന്ന്. ഈ പ്രായത്തിൽ അച്ഛൻ ജോലിക്കൊക്കെ പോകണമെന്ന് ചോദിക്കുക കേട്ടോ. 2 മാസത്തെ കാര്യമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചന്ദ്ര സമ്മതിച്ചു കൊടുക്കുകയാണ് കേട്ടോ. 2 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ, സ്കൂളിൽ നിന്ന് കുട്ടികളെ കൂട്ടിക്കൊണ്ട് വരണം, വീട്ടിൽ നിന്ന് അവരെ തിരിച്ച് കൊണ്ടാക്കണം, അത്രേ ചെയ്യേണ്ടേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര പറയും, പൊയ്ക്കോ രവിയേട്ടാന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മ സമ്മതിച്ചു, അച്ഛൻ പൊക്കോ എന്ന് പറയുമ്പോൾ സച്ചി പറയും, അങ്ങനെ ഇപ്പോൾ പോണ്ട, ഈ പ്രായത്തിൽ അച്ഛൻ പണിക്ക് പോയാലേ മക്കളെ കൊണ്ട് കഴിയാത്തോണ്ടാന്ന് ആൾക്കാർ പറയും, ഞാൻ എന്തായാലും വിടത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ രവി പറയും, ഇനി ഇതിൽ തർക്കമൊന്നും വേണ്ട, ഞാൻ മാനേജറോട് ഏറ്റുപോയതാ, അതുകൊണ്ട് നാളെ രാവിലെ തന്നെ ഞാൻ പണിക്ക് ഇറങ്ങാൻ പോവാന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രേവതി പറയും, അതിന് അച്ഛനെ വിട്ടിട്ട് വേണ്ടേ പോകാൻ വേണ്ടിയിട്ട്, അച്ഛൻ ഇവിടുന്ന് ജോലിക്ക് പോയാൽ ഞങ്ങൾ മനസ്സമാധാനം പോകുമെന്ന് പറയുമ്പോൾ നമ്മുടെ രവി പറയും, എനിക്കെന്തെങ്കിലും അപകടം പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ടല്ലേ, ആ പേടിയൊന്നും വേണ്ട കേട്ടോ. നേരം നമ്മുടെ ചന്ദ്രയാണെങ്കിൽ രേവതിയെ നോക്കിയിട്ട് പറയും, ആരെങ്കിലും ബസ്സിൻ്റെ മുന്നിൽ കയറി ചാവാതിരുന്നാൽ മതിയായിരുന്നു എന്ന്. അന്നേരം നമ്മുടെ സച്ചിയും രേവതിയും ചന്ദ്രയും ഇങ്ങനെ നോക്കുവാണ് കേട്ടോ.